കരുവാറ്റയിൽ ഗ്രഹനാഥൻ ദാരുണമായി കൊല്ലപ്പെട്ട ശേഷവും യാതൊരു ഭാവഭേദവുമില്ലാതെ പെരുമാറിയ കൊച്ചുമകളുടെ ദുരൂഹമായ പെരുമാറ്റവും പ്രദേശത്ത് തമ്പടിച്ചിരുന്ന കൗമാരക്കാരുടെ ലഹരി സംഘത്തെക്കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളും പുറത്തുവന്നു. കൊലപാതകം നടന്നതിന്റെ പിറ്റേ ദിവസവും കൊച്ചുമകൾ 2 തവണ വാടക വീട്ടിലെത്തുകയും സമീപത്തെ കടയിൽ നിന്ന് പലഹാരം വാങ്ങുകയും ചെയ്തതായി അയൽവാസികൾ വെളിപ്പെടുത്തി. 10, +1, +2 എന്നിങ്ങനെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള 3 കൗമാരക്കാരാണ് കേസിൽ പ്രതിസ്ഥാനത്തുള്ളത്. ഒരുമിച്ച് പഠിച്ചിട്ടില്ലാത്ത ഇവർ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും കായൽ വാരങ്ങളിലും തമ്പടിക്കുന്നത് നാട്ടുകാരിൽ വലിയ സംശയമുണ്ടാക്കിയിരുന്നു. ഈ ദുരൂഹ കൂട്ടായ്മകളിൽ ലഹരി ഉപയോഗവും വിൽപ്പനയും നടന്നിരുന്നതായി നാട്ടുകാരും സംശയിച്ചിരുന്നു. കൊലപാതകം നടന്ന തൊട്ടടുത്ത ദിവസം രാത്രിയാണ് പെൺകുട്ടി മറ്റ് 2 കുട്ടികൾക്കൊപ്പം കടയിലെത്തിയത്. സാധാരണ കടയ്ക്കുള്ളിലേക്ക് കയറി വരാറുള്ള പെൺകുട്ടി അന്നേ ദിവസം പുറത്തു തന്നെ നിൽക്കുകയും മറ്റു കുട്ടികളെ കടയ്ക്കുള്ളിലേക്ക് വിട്ട് ചിപ്സ് പാക്കറ്റുകൾ വാങ്ങിക്കുകയും ചെയ്തു. വീണ്ടും അല്പസമയത്തിന് ശേഷം മടങ്ങിവന്ന് കൂടുതൽ ചിപ്സ് പാക്കറ്റുകൾ വാങ്ങി മടങ്ങുമ്പോഴും കടയുടമയ്ക്ക് മുഖം കൊടുക്കാതിരിക്കാൻ പെൺകുട്ടി ശ്രദ്ധിച്ചിരുന്നു. പിറ്റേ ദിവസം രാവിലെ മുത്തശ്ശൻ വീട് തുറക്കുന്നില്ലെന്ന് കാണിച്ചുകൊണ്ട് സഹായത്തിനായി പ്രദേശത്തെ SNDP യോഗം ഭാരവാഹിയെ വിളിക്കാൻ കടയുടമയോട് പെൺകുട്ടിയുടെ മുത്തശ്ശി ആവശ്യപ്പെടുകയായിരുന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പ്രദേശവാസികളോട് മുത്തശ്ശൻ മദ്യപിച്ച് കിടക്കുന്നതിനാലാണ് വാതിൽ തുറക്കാത്തതെന്നാണ് പെൺകുട്ടി പറഞ്ഞത്. തൊട്ടു പിന്നാലെ ഓണപരീക്ഷയാണെന്നും സ്കൂളിൽ പോകണമെന്നും പറഞ്ഞ് സ്കൂൾ യൂണിഫോം ധരിച്ച് ഇറങ്ങിയ പെൺകുട്ടിയെ മുത്തശ്ശൻ മരിച്ചു കിടക്കുമ്പോൾ സ്കൂളിൽ പോകുന്നത് ശരിയല്ലെന്നും പറഞ്ഞ് നാട്ടുകാർ തടയുകയായിരുന്നു. ഇതാണ് പോലീസിന് സംശയമുണ്ടാക്കിയത്. 2 വർഷം മുൻപാണ് കൊല്ലപ്പെട്ട വ്യക്തിയും കുടുംബവും കൊല്ലത്തുനിന്ന് കരുവാറ്റയിലെത്തി 10 സെന്റ് സ്ഥലം വാങ്ങുന്നതും സമീപത്തെ വാടക വീട്ടിൽ താമസം തുടങ്ങിയതും. സ്വന്തമായി വാങ്ങിയ സ്ഥലത്ത് 2 പെൺമക്കൾക്കായി വീടുകൾ നിർമ്മിക്കുന്നതിനായി വരുമ്പോൾ മാത്രമാണ് അയൽവാസികൾ ഇദ്ദേഹത്തെ കണ്ടിരുന്നത്. കുടുംബത്തിലെ മറ്റൊരാളും പരിസരവാസികളുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല. അടുപ്പമുണ്ടാകാനുള്ള എല്ലാ അവസരങ്ങളും കുടുംബം മനഃപൂർവ്വം ഒഴിവാക്കിയിരുന്നതായി പ്രദേശത്തെ പഞ്ചായത്ത് അംഗവും വ്യക്തമാക്കി. എന്തെങ്കിലും ആവശ്യത്തിനായി വീട്ടിലെത്തിയാൽ വാതിൽ പോലും തുറന്നു തരാൻ ഇവർ തയ്യാറായിരുന്നില്ല. വാർഡിൽ മറ്റെല്ലാ കുടുംബങ്ങളുമായും നല്ല ബന്ധമുള്ളപ്പോഴും ഈ കുടുംബം മാത്രം തികച്ചും ഒറ്റപ്പെട്ട ജീവിതമാണ് നയിച്ചിരുന്നത്. അതേസമയം കൊല്ലം പരവൂർ കൊച്ചാലുമൂട് കല്ലുകുന്ന് മേഖലയിലെ താമസക്കാരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കേസിന്റെ പുതിയ വിവരങ്ങൾ. കൗമാരക്കാരിയായ പെൺകുട്ടി പരവൂരിലെ പിതാവിന്റെ വീട്ടിൽ താമസിക്കുമ്പോഴാണ് പ്രതികളായ കൗമാരക്കാരെ പരിചയപ്പെടുന്നത്. കുടുംബം കടുത്ത വിലക്കുകൾ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും ഈ സൗഹൃദം പെൺകുട്ടി തുടരുകയും ചെയ്തു. ആലപ്പുഴയിലേക്ക് കുടുംബം താമസം മാറിയ ശേഷവും ഈ ദുരൂഹ ബന്ധം ശക്തമായി തുടർന്നു. പ്രതികളായ കൗമാരക്കാരെ അറസ്റ്റ് ചെയ്യാൻ അർദ്ധരാത്രിയോടെ പോലീസ് എത്തിയപ്പോഴും വലിയ ഭാവവ്യത്യാസമൊന്നുമില്ലാതെയാണ് ഇവർ പോലീസിനെ നേരിട്ടത്. പോലീസിന്റെ ചോദ്യങ്ങൾക്കെല്ലാം യാതൊരു പതർച്ചയുമില്ലാതെ കൃത്യമായ മറുപടികൾ നൽകാനും ഇവർ ശ്രദ്ധിച്ചു. എന്നാൽ സ്വന്തം മക്കൾ ഇത്തരമൊരു ദാരുണമായ കൊലപാതകം ചെയ്യുമെന്ന് വിശ്വസിക്കാതിരുന്ന അമ്മമാർ പോലീസ് വ്യക്തമായ തെളിവുകൾ നിരത്തിയതോടെ അലമുറയിട്ട് കരയുകയായിരുന്നു.